ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഈശോയുടെ സ്നേഹവും കൃപയും സമാധാനവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. 50 നോയമ്പ് ഈശോയുടെ ആരാധ്യമായ തിരുമുഖം ധ്യാനിക്കുന്നവരായി നമുക്ക് മാറാം. സങ്കീർത്തനം 27-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വെക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവഭക്തൻ്റെ വലിയ ആഗ്രഹമാണ് ഈശോയുടെ മുഖം കാണുക. നമ്മുടെ ഹൃദയം എപ്പോഴും മന്ത്രിക്കുന്നത് ദൈവം നമ്മളിൽ നിന്നും മറഞ്ഞു നിൽക്കരുത്, ആ മുഖം കാണുവാനുള്ള കൃപ എനിക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ ആധുനിക യുഗത്തിൽ നമ്മൾ ഈശോയുടെ മുഖം ധ്യാനിക്കുന്നവരായി മാറണം. എവിടെയാണ് ഏറ്റവും അധികം ഈശോയുടെ മുഖം ധ്യാനിക്കാൻ നമുക്ക് സാധിക്കുക? വിശുദ്ധ കുർബാനയിൽ. വിശുദ്ധ കുർബാനയിൽ, അതായത് ഈശോയുടെ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ തന്നെ അത് മിശിഹ രഹസ്യമാണ്. ഈശോയുടെ ജനനം, രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഈശോയുടെ 2ാം വരവ്. ഇവിടെ എല്ലാം നമ്മൾ അനുദിനം ധ്യാനിക്കുന്നത് ഈശോ മിശിഹായുടെ ആരാധ്യമായ തിരുമുഖമാണ്. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈശോയുടെ മുഖം ധ്യാനിച്ചവരാണ് എല്ലാ വിശുദ്ധരും. വിശുദ്ധ കൊച്ചുത്രേസ്യയെ അറിയപ്പെടുന്നത് തന്നെ എങ്ങനെയാണ്? ഈശോയുടെ തിരുമുഖത്തിൻ്റെ വിശുദ്ധ ത്രേസ്യ എന്നാണ്. ഈശോയുടെ തിരുമുഖത്തിൻ്റെ വിശുദ്ധ കൊച്ചുത്രേസ്യ. വിശുദ്ധ കൊച്ചുത്രേസ്യ സർവ്വസമയവും ഈശോയുടെ മുഖം ധ്യാനിച്ച് ആ ദൈവ സ്നേഹത്തിൽ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ഞാൻ ഈശോയുടെ മുഖം ധ്യാനിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ അനുദിനം എൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ലഘുഭാവങ്ങൾ അത് എണ്ണിയാൽ തീരുന്നില്ല, തൂക്കി നോക്കിയാൽ ഭാരമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ബലഹീനരും പാപികളുമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം ലഘുഭാവങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലെ എണ്ണിയാൽ തീരാത്ത വിധം, തൂക്കി നോക്കിയാൽ ഭാരമില്ലാത്ത വിധം ലഘുഭാവങ്ങളുടെ അടിമയായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത് ഈശോയുടെ മുഖം ധ്യാനിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ക്രൂശിതനായ ഈശോയുടെ മുഖം ധ്യാനിച്ച് ഞാൻ ദൈവത്തിൻ്റെ ആ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് സഹനങ്ങളെ ധീരതയോടെ നേരിടുവാനുള്ള കൃപ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ഈശോയുടെ മുഖം ധ്യാനിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. അതുകൊണ്ടാണ് സങ്കീർത്തനം 13-ാം അധ്യായം അതിൻ്റെ 1-2 തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവേ എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു പിടിക്കും? എത്ര നാൾ ഞാൻ വേദന സഹിക്കണം? കർത്താവെ, എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും? എത്ര നാൾ ഞാൻ വേദന സഹിക്കണം? അപ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണാത്ത ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ വേദനയാണ്. ദൈവത്തിൻ്റെ മുഖം കാണാത്തൊരു വ്യക്തിക്ക് വലിയ ആകുലതകളാണ്, അസ്വസ്ഥതകളാണ്, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ മുഖം കാണാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഈശോയുടെ ജീവിതത്തിലെ 5 മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ മുഖം ധ്യാനിക്കാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കുന്നതായി കാണാൻ സാധിക്കും. ഒന്നാമതായി, ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ മുഖം. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറിയ അനുഭവം. നമ്മുടെ അനുദിന ജീവിതത്തിൽ 1 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഈശോയുടെ ആ ഗെത്സമനി അനുഭവത്തിൽ നമുക്ക് ഒന്നായി ചേരുവാൻ സാധിച്ചാൽ അത് വലിയൊരു ദൈവാനുഗ്രഹമാകും. ഈശോയുടെ മുഖം ധ്യാനിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള കൃപ നമുക്ക് ചോദിക്കാം. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോയുടെ ശിരസിൽ മുൾമുടി ധരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആ വേദന, ആ മുഖം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 72 മുള്ളുകൾ കോർത്തിണക്കിയ ഒരു മുൾമുടി ഈശോയുടെ ശിരസിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ ഈശോയുടെ ശിരസിൽ നിന്നൊഴുകിയ വാർന്നൊഴുകിയ ആ രക്തത്തുള്ളികൾ ഇന്ന് എന്നെ ധ്യാന വിഷയമാകണം. ആ മുഖത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കും. അത് മാത്രമല്ല, വിശുദ്ധ റീത്ത പുണ്യവതി പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ആ മുഖം ഒന്ന് ധ്യാനിക്കണം. അപ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തന്നത് ഈശോയുടെ മുൾമുടി നിറഞ്ഞ, ശിരസിൽ മുൾമുടി നിറച്ച ആ ഈശോയുടെ മുഖമാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ, ആ ശിരസിൽ ഇരിക്കുന്ന മുൾമുടിയിൽ നിന്നും ഒരു മുള്ള്, ഒരു അമ്പായിട്ട് എൻ്റെ നെറ്റിത്തരത്തിലേക്ക് അവിടെ എറിയണമേ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശുദ്ധ പ്രാർത്ഥിച്ചതുപോലെ തന്നെ വിശുദ്ധയ്ക്ക് അനുഭവപ്പെട്ടു. ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒരു മുള്ള് വിശുദ്ധയുടെ നെറ്റിത്തടത്തിലേക്ക് ഈശോ എറിഞ്ഞു കൊടുത്തു. അത് അവിടെ ഇരുന്ന് പഴുത്ത് വൃണമായി. അപ്പോൾ ഇവൾ പ്രാർത്ഥിച്ചു, സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ മുൾമുടി തറച്ച ആ ശിരസിലേക്ക് മുഖത്തേക്ക് നോക്കുകയും പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് എൻ്റെ സഹനങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു എന്ന്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടത് ഈശോയുടെ കുരിശിൻ ചുമന്നുള്ള ആ കാൽവരി യാത്രയിൽ പരിശുദ്ധ അമ്മ ഈശോയും തമ്മിൽ കണ്ടുമുട്ടിയ ആ മുഖമാണ്. നമ്മൾ അമ്മയോടും ഈശോയോടും ചേർന്ന് ആ മുഖം ധ്യാനിക്കുമ്പോൾ എന്താണ് അവർ തമ്മിൽ സംസാരിച്ചത്? അത് നമുക്കൊരു ധ്യാന വിഷയമാകണം. ആ സ്നേഹം, ആ മുഖം എന്നോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാലാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 ആണികളാൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ മുഖം ധ്യാനിക്കുക. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എന്നെയും ഈശോയുടെ മുഖം കാണുവാൻ ധ്യാനിക്കുവാനുള്ള കൃപ നൽകണമേ. നമ്മൾ അടിയിൽ നിൽക്കുന്നത് സൃഷ്ടികളായ മനുഷ്യർ, മുകളിൽ കിടക്കുന്നത് ആരാധ്യനായ ദൈവം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ കുരിശിൽ നിന്നും ഉരുവിട്ട 7 വചനങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ലഭിക്കുകയാണ്. സഹനങ്ങളെ സ്വീകരിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുകയാണ്. അത് നമുക്ക് ധ്യാന വിഷയമാക്കി പ്രാർത്ഥിക്കാം. 5ാമതായി നമ്മൾ കാണുന്നത് ഈശോ കുരിശിൽ നിന്ന് ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടക്കുന്ന രംഗമാണ്. ശിരസ് മുതൽ ഉള്ളംകാല് വരെ മുറിവേറ്റ് ചേതനേറ്റ് അമ്മയുടെ മടിയിൽ കിടക്കുന്ന ആ ഈശോയുടെ മുഖം ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപം, അനുതാപത്തിൻ്റെ കൃപ, പാപബോധം, ദൈവസ്നേഹത്തിൽ വളരുവാനുള്ള അഭിഷേകം, നമ്മൾ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ, ഇതെല്ലാം നമുക്ക് നൽകുകയാണ്. അത് മാത്രമല്ല, ആ മുഖം ഈശോയുടെ മുഖം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈ മേഖലകളിലെല്ലാം ഈശോയുടെ മുഖം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തെ ലക്ഷ്യമാക്കി നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ഈശോയുടെ സ്നേഹവും കാരുണ്യവും ദയയും കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഈ 50 നോയമ്പ് കാലഘട്ടം നമ്മൾ ഈശോയുടെ മുഖം ധ്യാനിച്ച് ഈശോയിലേക്ക് വളരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. സങ്കീർത്തനം 34-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി. നമ്മൾ ഈശോയുടെ തിരുമുഖം ധ്യാനിച്ച്, ആരാധ്യമായ ആ മുഖം ധ്യാനിച്ച് നമുക്കും പ്രകാശിതരാകാം. എങ്ങനെയാണ് നമുക്ക് ഈശോയുടെ മുഖം ധ്യാനിച്ച് പ്രകാശിതരാകാൻ സാധിക്കുന്നത്? അനുദിനം എല്ലാ ദിവസവും വിശുദ്ധഗ്രന്ഥം വായിച്ചും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തും മറ്റുള്ളവർക്ക് നന്മ പ്രവൃത്തികൾ ചെയ്തും പ്രാർത്ഥിച്ചും നമുക്കും ഈ ഒരു കൃപ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.